കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽ സമയം ഇവിടെയുള്ള ഈ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോഹരൻ, അതുപോലെ തന്നെ പാസ്റ്റർ അനിൽകുമാർ, അതുപോലെ ഇവിടെ പാട്ടുകൾ പാടി നമ്മെ ആരാധിച്ച ദേവദാസൻ ദാസി, കടന്നു വന്ന എല്ലാ ദേവദാസന്മാർക്കും ക്രിസ്തുയേശുവിന്റെ സേവനത്തെ അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഛത്തീസ്ഗഡിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു. ഏകദേശം 40 വർഷത്തോളമായി നോർത്ത് ഇന്ത്യയിലാണ്. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ടതാണ്. 10 വർഷം നോർത്ത് ഇന്ത്യയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ സുവിശേഷ വരിക്ക് വേണ്ടി സമർപ്പിച്ചു. ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചു. അങ്ങനെ കഴിഞ്ഞ 30 വർഷമായി ശുശ്രൂഷിക്കുന്നു. ഈ ലോകത്തിൽ ഞാൻ 18ാമത്തെ വയസ്സിൽ ഇവിടെ നാട് വിട്ടതാണ്. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഒരു രാത്രിയിൽ ഇവിടെ നിന്ന് നാട് വിട്ടതാണ്. ഡൽഹിക്ക് വേണ്ടി കരുതാണ്. അവിടെയും നോർത്ത് ഇന്ത്യയിലും ഈ ലോകപരമായ ജീവിതത്തിൽ ജീവിച്ചു. അവസാനം ദൈവം എന്നെ പിടിക്കേണ്ട സമയമായപ്പോൾ പിടിച്ചു. 1991 നവംബർ മാസം ഉത്തർപ്രദേശിലുള്ള മീററ്റ് സബ് ജയിലിൽ വെച്ചാണ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. അന്നു മുതൽ ഇന്നുവരെയും കർത്താവിന് വേണ്ടി വിശ്വാസനായി നിൽക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാകുന്ന റായ്പൂർ 1996 ഞാൻ അവിടെ ചെന്നാണ്. ഇപ്പോൾ 30 വർഷമാകുന്നു. 30 വർഷമായി അവിടെ വിവിധ ഗ്രാമങ്ങളിൽ കടന്നു പോകുവാനും സുവിശേഷം അറിയിക്കാനും ജാതികളായിട്ടുള്ള അവിടുത്തെ ലോക്കൽ ആളുകളുടെ ഇടയിലാണ് ഞങ്ങൾ ശുശ്രൂഷ. മലയാളികൾ ആരുമില്ല. ഞങ്ങളുടെ സഭയിൽ എല്ലാം ഹിന്ദിക്കാരാണ്. ഗ്രാമങ്ങളിലുള്ള ശുശ്രൂഷകളെല്ലാം ഹിന്ദിയിലാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ എൻ്റെ ഇരിക്കുന്ന ഹിന്ദി ബൈബിളാണ് കേട്ടോ. കാരണം ഞാൻ മലയാളം ബൈബിൾ പോയി നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എൻ്റെ വീട്ടിൽ എനിക്കൊരു മോനുണ്ട്. ഞങ്ങൾക്ക് 10 വർഷം കുട്ടികളില്ലാതെ പ്രാർത്ഥിച്ചാണ് ഒരു മകനെ ദൈവം തന്നത്. അവനിപ്പോൾ 23 വയസ്സായി. കോളേജിൽ പഠിക്കുന്നു. കോളേജിലെ 3ാം വർഷം കോളേജ് വിദ്യാർത്ഥിയാണ്. അങ്ങനെ അവന് ജനിച്ചതും വളർന്നതല്ല നോർത്ത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഹിന്ദി അറിയത്തുള്ളൂ, മലയാളം അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോലും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഭാര്യ ഭർത്താവ് മലയാളിയാണെങ്കിൽ പോലും മോന് മലയാളം അറിയാത്തത് കൊണ്ട് വീട്ടിൽ പോലും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കേരളത്തിലുള്ള ദേവദാസന്മാര് വൈബ്രേഷൻ ഇട്ട് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ എനിക്കറിയില്ല. നമ്മുടെ വൈബ്രേഷൻ ഒക്കെ ഇട്ട് അങ്ങനെ പ്രസംഗിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം എനിക്കില്ല. കാരണം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകളെ പഠിപ്പിക്കുകയാണ്. വചനം പഠിപ്പിച്ചാണ് നമ്മൾ അവരെ കൊണ്ടുവരുന്നത്. ഒരു ദൈവജന സ്ലോലി അവരെ പഠിപ്പിച്ച് നമ്മുടെ ഈ ഇവിടുത്തെ പാസ്റ്റർമാരൊക്കെ സ്പീഡിൽ പ്രസംഗിച്ചാൽ അവർക്കൊന്നും മനസ്സിലാക്കില്ല. അവരിങ്ങനെ വായി പൊളിച്ച് നോക്കി അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കാരണം എല്ലാം ജാതികളിൽ നിന്ന് വന്നവരാണ്. അവരെ അവർക്കൊന്നും അറിയത്തില്ല. യേശു എന്താണെന്നും അറിയത്തില്ല. യേശു ആരാണെന്നോ യേശു എന്താണെന്നോ ഒന്നും അറിയത്തില്ല. അപ്പൊ അവരെ നമ്മൾ ചെന്ന് സുവിശേഷം പറഞ്ഞ് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് അവരുടെ അടുക്കൽ നമ്മൾ ഇങ്ങനെ സാമട്ടിലാണ് സംസാരിക്കുന്നത്. ചെറിയ സ്ലോലിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയാണ് എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ രീതി. ഹല്ലേലൂയ. ഇവിടെയുള്ള എല്ലാവരും ഒരു ഭാഷ കൂടി ക്രിസ്തുയേശുവിൽ സ്നേഹം വന്നാൽ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോഹരൻ പാസ്റ്ററിനെ ഞാൻ ഈ അടുത്ത സമയത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട ഒരു ഗ്രൂപ്പിൽ കൂടിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അത് ആ ഒരു പരിചയം ഇവിടെ വരെ എത്തിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടും ഇവിടെയുള്ള ഈ നിങ്ങളുമായിട്ട് കുറഞ്ഞ ഒരു കൂട്ടമായി കൂടുവാനും നോർത്ത് ഇന്ത്യയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ സത്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും ഒന്നും അല്ല. നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നത് അവിടെ വലിയ അടി നടക്കുന്നു, പാസ്റ്റർമാരെ അടിക്കുന്നു, ചർച്ചിൽ അടിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്, ഛത്തീസ്ഗഡിനെ പറ്റി ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ പലർക്കും അങ്ങനെ അറിയത്തില്ല. ഛത്തീസ്ഗഡ് 2000 ആണ്ടിലാണ് ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ആകുന്നത്. മധ്യപ്രദേശിൽ നിന്നും വേറിട്ട ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. എന്നാൽ ഈ ഛത്തീസ്ഗഡിലെ അന്ധവിശ്വാസങ്ങൾ
കുടികൊട്ടി വാഴുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമുള്ള ഒരു സംസ്ഥാനം. അതായത് മനുഷ്യക്കുരുതി ഇപ്പോഴും നടക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെ ബലി കൊടുക്കുക. 4 വർഷം മുമ്പ് ഒരു സംഭവം ഞാൻ പറയാം. അവിടെയുള്ള ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ അദ്ദേഹം അമ്പലത്തിൽ പോയി പ്രശ്നം വെച്ചപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു, നിങ്ങളിൽ ദൈവ കോപമാണ്, ദേവി കോപം, അവരുടെ ദേവി കോപമാണ്, അതാണ് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാര്യം, തുടരെയായിട്ട് പ്രശ്നം ഉണ്ടാകുന്നതിൽ. അപ്പം അതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പൂജാരി പറഞ്ഞത്, ഒരു മനുഷ്യക്കുരുതി അല്ലാതെ ഇതിന് പരിഹാരം ഇല്ല. അങ്ങനെ അദ്ദേഹം അത് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ വന്നൊരു ടീച്ചർ, 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ ടീച്ചറെ എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം അദ്ദേഹത്തെ മാത്രം നിർത്തി. അദ്ദേഹത്തെ ഇതിൻ്റെ കാറിൽ കയറ്റി ഒരു മലയുടെ മുകളിലാണ് ഈ അമ്പലം. അവിടെ ഒരു കുരുതി അടിക്കാനുള്ള ആളുകളെയും പൂജാരികളെയും എല്ലാം നേരത്തെ പറഞ്ഞ് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഈ കാറിൽ അവിടെ കൊണ്ടുപോയി. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പൂജയുണ്ട്, നമുക്ക് ആ അമ്പലത്തിലെ പൂജ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ടുപോയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തെ കൈയും കാലും എല്ലാം കെട്ടി അവിടെ ആ ദേവിയുടെ മുന്നിൽ കല്ലിൽ വെച്ച് ബലി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് ബലി കൊടുത്തു. ആ സംഭവം കണ്ടു നിന്ന ഒരാള് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഉടനെ തന്നെ വന്നു, ഇവരെ കൈയോടെ പിടിക്കുകയും ചെയ്തു. അത് വലിയ വാർത്തയായതാണ്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്, പഠിത്തമില്ലാത്ത ആളല്ല, പഠിത്തമുള്ള ആളാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അന്ധവിശ്വാസം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഞാൻ കണ്ടതിൽ ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഗ്രാമങ്ങളിലെ അനേക ഗ്രാമങ്ങളിൽ കടന്നുപോയി അവിടുത്തെ രീതികളും അവിടെ അന്ധവിശ്വാസങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് ഒരു ദൈവം എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുള്ള ഒരു ദൈവം ഇല്ല. നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിൽ പ്രത്യാശയുണ്ട്. നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്നാൽ അവർക്ക് ഒരു പ്രത്യാശയില്ല. അവർ ഏത് ദൈവങ്ങളെ ആരാധിക്കും. ഇനിയിപ്പോ യേശു ആണെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, യേശുവിനെ കൂടെ വെച്ചു, അവർക്ക് പ്രശ്നമില്ല. അവർക്ക് എത്ര ദൈവങ്ങളെ കിട്ടിയാലും പോരട്ടെന്നാണ് പറയുന്നത്. കാരണം അവരുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. ഈ ദൈവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. അവസാനം യേശുവിൽ വരുമ്പോൾ യേശുവിലാണ് അവർക്ക് പരിഹാരം. 30 വർഷത്തിന് മുമ്പ് ഛത്തീസ്ഗഡിന്റെ പ്രദേശ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യാനിയെ കാണാൻ ഞങ്ങൾ കൊതിച്ചു. ഒരു ദൈവ പൈതലിനെ കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് ഛത്തീസ്ഗഡിന്റെ ഏത് ഉൾഗ്രാമങ്ങളിൽ ചെന്നാലും അവിടെ ഒരു ആരാധനയും ഇത്രയും കൊടുമ്പിനി കൊണ്ടിരിക്കുക. ഛത്തീസ്ഗഡില് ഇന്ന് സഭയ്ക്കകത്തത് കയറി വിശ്വാസികളെ അടിച്ച് പൊട്ടിക്കുക, തലയൊക്കെ അടിച്ച് പൊട്ടിക്കുക. കാരണം അവര് നോക്കിയിട്ട് ഒരു കാര്യത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവര് പഠിച്ച പണി 18 നോക്കി, നമ്മൾ പറയത്തില്ലേ, പഠിച്ച പണി 18 നോക്കിയിട്ടും യേശുവിലേക്ക് പോകുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ, കൺട്രോൾ അവർക്ക് ഹിന്ദു മതത്തിനോ പറ്റുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു ദൈവമില്ല. ശാശ്വത പരിഹാരം നൽകുന്ന ഒരു ദൈവം അവർക്കില്ല. അവർ ശാശ്വത പരിഹാരം കാണുന്ന ദൈവം യേശുവിലാണ്. യേശുവിൽ. അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം വർദ്ധിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് കണ്ടാൽ വിശ്വാസം വർദ്ധിക്കുന്നില്ല, ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഞാൻ 1 മാസത്തേക്ക് കേരളത്തിലേക്ക് വന്നത്, എന്നാൽ 20 തീയതി തിരിച്ചു പോവാം, മതിയായി. ആരും ഇതിനേക്കാളൊക്കെ നല്ലത് ഛത്തീസ്ഗഡിൽ 4 അടി കൂടുന്നത്. ഇതിലും നല്ലത്. ഞാൻ ഇന്നലെ ഇവിടെ മീറ്റിംഗിൽ എടുത്ത കാര്യം ഒരാൾ അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, പാസ്റ്ററെ അങ്ങോട്ട് പോകരുത്, അവിടെ ആ മീറ്റിങ്ങിന് പോകരുത് എന്നോട് പറഞ്ഞു. ഞാൻ എന്നാ കാര്യം?
ആള് മഹാഫ്രോഡാണ്. അപ്പൊ ഞാൻ വിചാരിക്കുമ്പോൾ നാട്ടിലെല്ലാം ഫ്രോഡാണോ? ദൈവമക്കളെല്ലാം ഫ്രോഡാണെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്രിയ ദൈവമക്കളെ, അവിടെ ഛത്തീസ്ഗഡിൽ അവര് വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിച്ച അവർ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഇത്രയൊക്കെ തല്ലുകൊണ്ടിട്ടും, ഞാൻ ഒറ്റ സത്യം വിളിച്ചു പറയാം, ഇത്രയൊക്കെ തല്ലുകൊണ്ടിട്ടും ഒരാൾ പോലും പിന്മാറിപ്പോകും. അവര് ഘർവാപ്പസി, അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നു, ഗ്രാമത്തിൽ നിന്ന് പുറത്തിറക്കുന്നു. പാസ്റ്റർമാര് ഗ്രാമത്തിൽ പ്രവേശിക്കരുതെന്ന് കറുത്ത ബോർഡ് വെച്ചിരിക്കുകയാണ് എല്ലാ ഗ്രാമങ്ങളിലും. പാസ്റ്റർമാർക്ക് ഈ ഗ്രാമത്തിൽ പ്രവേശനമില്ല. അത് അവിടുത്തെ പഞ്ചായത്ത്, അവിടുത്തെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ആ കേസ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് പത്രത്തിൽ വായിച്ചു കാണും, ഹിന്ദിയിൽ പത്രം വന്ന ഹൈക്കോടതി ശരിവെച്ചു. പാസ്റ്റർമാർക്ക് ഈ ഗ്രാമത്തിൽ പ്രവേശിക്കരുതെന്നുള്ള ബോർഡ് അങ്ങനെ തന്നെ വെക്കണം, എല്ലാ ഗ്രാമങ്ങളിലും ബോർഡ് വെക്കണം എന്ന് പറഞ്ഞിരിക്കുക. കാരണം ആദിവാസികളുടെ അവരുടെ പരമ്പര ഇല്ലാതാകുകയാണ് പാസ്റ്റർമാർ വന്ന്. ആദിവാസികൾ വെച്ചുപോറ്റ നടത്തുന്ന അവരുടെ ദേവീ ദേവതകളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ് പാസ്റ്റർമാർ വന്നു കഴിയുമ്പോൾ. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഗ്രാമം മുഴുവൻ ഇളകുകയാണ്. ഹല്ലേലൂയ. അവിടെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറിപ്പോവുകയാണ്. അതാണ് ഛത്തീസ്ഗഡിന്റെ വിടുതലിന്റെ കാര്യം. അതാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. ഉണർവ് കാണണമെന്നുണ്ടെങ്കിൽ ഛത്തീസ്ഗഡിൽ വരണം. ആ, ഹല്ലേലൂയ. എന്റെ കൂടെ വാ, ഗ്രാമങ്ങളിൽ കാണിച്ച ഓരോ വീടുകളിലൊക്കെ 150-200 പേരായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഒരു ചെറിയ വീട്ടിലൊക്കെ 150-200 ജങ്ങി ഞെരുങ്ങിയായിരുന്നു ആരാധിക്കുന്നത്. അവർക്ക് ആരാധിക്കാൻ സ്ഥലമില്ല. നമുക്കിവിടെ വിസ്താരത്തിലുള്ള സ്ഥലം, പക്ഷെ ആളില്ല. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ ഇഷ്ടംപോലെ ആരാധിക്കാൻ ചെയ്യാം, വിസ്താരത്തിൽ സ്ഥലവുമുണ്ട്. കൈ കൊട്ടുകൂത്ത അവിടാണ് കൈ കൊട്ടാൻ പറ്റത്തില്ല, ഒരു സൗണ്ടും പുറത്തു കേൾക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്, ഇപ്പൊ ഞങ്ങള് ജനലിന്റെ അവിടെ കൊണ്ട് തെർമോക്കോൾ മേടിച്ചുകൊണ്ട് തെർമോക്കോൾ ഇങ്ങനെ നിറച്ച് വെച്ച്, കാരണം ശബ്ദം പുറത്തു പോകാൻ പാടില്ല. പ്രാർത്ഥന പുറത്ത് കേട്ടു കഴിഞ്ഞാൽ ഉടനെ ബജറംഗദളിലെ ആൾക്കാർ വരും, പ്രശ്നമുണ്ടാകും. മിണ്ടരുത്, ഇവിടെ മിണ്ടിപ്പോകുന്നതാണ്. നമുക്കിവിടെ കേരളത്തിൽ ആരാധിക്കാൻ ഇഷ്ടംപോലെ സൗകര്യം. ഞാൻ ഛത്തീസ്ഗഡിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നത്, ഞാൻ അവിടെ പറയുന്നത് ഞാൻ ചാർജ് ചെയ്യാൻ പോവാണെന്നാണ് പറയുന്നത്. കാരണം അവിടെ നമുക്ക് കൈ കൊട്ടാനും ആരാധിക്കണം, ഇതുപോലെ ആരാധിക്കാൻ പറഞ്ഞു ഇതൊക്കെ എടുത്ത് അടിച്ചു ദൂരെ കളിയാക്കും. ഞാനൊരു കീബോർഡ് മേടിച്ചിട്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടുന്ന് പൊടി ചവിട്ടിരിക്കുക, പൊടി പിടിച്ചിരിക്കുക. ഞങ്ങളുടെ ഒരുപാടുള്ള ബോക്സൊക്കെ പൊടി പിടിച്ചിരിക്കുക, അതൊന്നും അനക്കാൻ പറ്റത്തില്ല. ഇതുപോലൊക്കെ വായിക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ തവിട് പൊടി എപ്പോഴായി നോക്കിയാൽ മതി. ഈ കസേരയൊക്കെ അടിച്ച് തറക്കുക. അവിടെ ഒരു മീറ്റിംഗിന് കയറി വന്നാലേ അവിടെ ആന ചവിട്ടി കയറുന്ന പോലെ, ആന എന്താ ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ, ആന കരിമ്പും കാട്ടി കയറിയ പോലെ ആടിച്ച് തകർത്ത ചപ്പം. എന്നാൽ ഒരൊറ്റ മനുഷ്യന് പിന്മാറുന്നില്ല. അവർ ഘർവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഇതൊക്കെ ഉണ്ടാക്കി, മന്ത്രിമാരും എല്ലാം കൂടെ കൂടി ഉണ്ടാക്കി ചുമ്മാതിരിക്കുക. അവിടെ അതിന് കുറെ പൂജാരികളെ വെച്ച് അവർക്ക് ചെലവിനും കൊടുത്ത് അവർക്ക് ആഹാരം കൊടുത്ത് അവിടെ വെച്ചിരിക്കുക. പക്ഷെ അവർക്ക് ഒരു പണിയുമില്ല. കാരണം ഒറ്റ ഒരാൾ ഈ ഇത്ര അടി കൊണ്ടിട്ടും ഒറ്റ ഒരാൾ ഘർവാപ്പസി ചെയ്യുന്നില്ല. ഒറ്റ ഒരാൾ തിരിച്ചു പോകുന്നില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. അറിഞ്ഞത് കർത്താവ് ഞങ്ങൾക്ക് മതി, യേശുവിനെ വിട്ടിന് ഞങ്ങൾ പുറകോട്ടില്ല. ഞങ്ങൾ ദൈവത്തെ കണ്ടെത്തി. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തെ കണ്ടെത്തി, അത് യേശുവാണ്. ഇനി ഞങ്ങൾ പിന്നോട്ടില്ല. ഇനി ചത്താലും ജീവിച്ചാലും യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഉണർവ് കാണാമെങ്കിൽ ഛത്തീസ്ഗഡിൽ വരണം. ജനങ്ങള് ദൈവത്തെ ആരാധിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ബോധം കണ്ട് താഴ്ന്നു. അവര് മതി മറന്നാൽ പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, അത്ഭുതങ്ങളാണ് അവരുടെ നടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ വയറ്റിലുണ്ടായ മുഴ നേരം വെളുത്തപ്പം മാറുക. ക്യാൻസർ രോഗങ്ങളൊക്കെ അപ്രത്യക്ഷമാകുക. അവർ അന്ധമായി വിശ്വസിക്കുന്നു, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു.
കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മണ്ണുകൊട്ട ചുമക്കുന്ന ഒരു മനുഷ്യൻ, മണ്ണുകൊട്ട ചുമന്നാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒരു കുടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു വിശ്വാസം പറഞ്ഞ് പാസ്റ്ററെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കുടിലിൽ താമസിക്കുന്ന ഒരാൾ, പുള്ളിക്കാരൻ്റെ ഈ നടു തളർന്നു പോയി. അപ്പോൾ ഈ ഡോക്ടറെ ചെന്ന് അവിടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർ നട്ടലിന് അകലച്ചയുണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ആ ഓപ്പറേഷൻ ചിലവ് 3 ലക്ഷം രൂപ ചിലവാകും. 50-50 ചാൻസ്. 3 ലക്ഷം രൂപ കൊടുക്കണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടി. 3 ലക്ഷം രൂപ 3000 രൂപ എടുക്കാനില്ല. അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് ആ വീട്ടിൽ കൊണ്ട് അവരുടെ കുടിലിൻ്റെ ഫ്രണ്ടിൽ ഒരു പായ്ക്കകത്ത് കിടത്തിരിക്കുക. എണ്ണിട്ടിരിക്കാൻ പറ്റത്തില്ല. നടുവിന് തളർന്നു പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകളിലൊക്കെ തേച്ച് മഴക്കാൻ പോയപ്പോൾ 2-3 പിള്ളേരൊക്കെ ഉള്ളു, കൊച്ചു പിള്ളേർ ജീവിക്കുന്നു. ഞാനും എൻ്റെ ഈ സഹോദരൻ ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ചെന്നു. അദ്ദേഹത്തെ പിടിച്ച് ഒരു പായ്ക്കകത്ത് ഇങ്ങനെ ഈച്ചയൊക്കെ അരിച്ച് കിടക്കുക. പുറത്ത് ഒരു ഈച്ചയൊക്കെ അടിച്ച് ഞങ്ങൾ ചെല്ലുമ്പം അദ്ദേഹത്തെ മുഴുവൻ ഈച്ചയാണ്. ഒരു പായ്ക്കകത്ത് ഇങ്ങനെ കിടക്കുക. ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ചെണ്ണിപ്പിച്ചിരുത്തി അദ്ദേഹത്തോട് യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞു. അദ്ദേഹമൊക്കെ കേട്ടു. കാരണം അദ്ദേഹത്തിന് കേൾക്കാം, പക്ഷെ തളർന്നു പോയതാണ്. സംസാരിക്കുകയോ ചെയ്യും. അദ്ദേഹത്തിന് സുവിശേഷം പറഞ്ഞു. ഒരു അരമണിക്കൂർ നേരം സുവിശേഷം പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിന് തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു വെച്ച് പോകും. പ്രാർത്ഥിച്ചു, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു വെച്ച് പോകും. ഒരു 10 മണിക്കത്തെ സംഭവമാണ്. 4 മണിയായപ്പോൾ എൻ്റെ വീടിൻ്റെ കതകിൽ ആരോ കൂട്ടുന്ന ഞാൻ കതക് ചെന്ന് തുറപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊന്നും നമ്മൾ പോലും വിശ്വസിച്ചില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ആളെ എൻ്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കാം. ഞാൻ സൗഖ്യമായി. നിമിഷനേരം കൊണ്ട് ഞാൻ ചോദിച്ചത് എപ്പോൾ സംഭവിച്ചു? നിങ്ങൾ പ്രാർത്ഥിച്ചു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മയക്കം വന്നു. ആ മയക്കത്തിൽ ഒരു സൂര്യപ്രകാശം എന്നിലേക്ക് വന്നു. ഞാൻ ചാടി എഴുന്നേറ്റു. അദ്ദേഹം സുവിശേഷനാ കേട്ടോ. അദ്ദേഹം ഗ്രാമങ്ങളിൽ സുവിശേഷം പറ, യേശുവിനെ സാക്ഷീകരിക്കും. അങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് അവിടെ നടന്നത്. എന്റെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. ഇതുപോലെ എത്ര അത്ഭുതങ്ങൾ. സത്യത്തിൽ അത്ഭുതങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ കാണാൻ നോർത്ത് ഇന്ത്യ ഇടയം അറിയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇത്രയും പാസ്റ്റർമാരെ ജയിലിൽ അടച്ചിട്ടും അവിടുത്തെ അത്ഭുതങ്ങൾ നടക്കുന്ന അത്ഭുതങ്ങളാണ്. അവര് വിട്ടുപോകുന്നില്ല. അവര് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞ യേശു അത്ഭുതത്തിന്റെ ദൈവമാണ്. യേശുവിനെ വിട്ട് ഞങ്ങൾ പുറകോട്ടില്ല. ഞങ്ങൾ കണ്ട യേശു അത് സർവശക്തിമാനായ യേശുവാണ്. ഞങ്ങൾ കണ്ട ദൈവം അത് സർവശക്തിയുള്ള ദൈവമാണ്. ഈ ദൈവത്തെ വിട്ട് ഞങ്ങൾ ഇനി പുറകോട്ടില്ല. ഇനി ഞങ്ങൾക്കൊരു ദൈവം വേണ്ട. ഇവിടെ വേറൊരു കാര്യം കേട്ടോ. ഇവർ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാല് ഇവരുടെ വീട്ടിലൊക്കെ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. ഒരു വീട്ടിൽ ചെന്നാൽ ഒരു 150 വിഗ്രഹങ്ങൾ കാണും. കാരണം അവർ പറയുന്നത് അവർക്ക് സീസൺ ദൈവങ്ങളാണ്. ഓരോ സീസണിലാണ് ഓരോ ദൈവത്തിന്റെ പ്രവർത്തനം. അപ്പൊ ഈ സീസണിൽ ഗണപതിയാണെങ്കിൽ അടുത്ത സീസണിൽ ദുർഗയുടെയാണ്. അപ്പൊ ഇപ്പൊ ഗണപതിയുടെ സീസൺ കഴിഞ്ഞു, ഇപ്പൊ ദുർഗയുടെ കഴിഞ്ഞു, ഇപ്പൊ ദുർഗയുടെയും കഴിഞ്ഞു, ഇപ്പൊ അടുത്ത ദീപാവലി ലക്ഷ്മിയാണ്. ഇപ്പൊ ദീപാവലിയാണ് ലക്ഷ്മി. അപ്പൊ ഓരോ സീസൺ ദൈവങ്ങളാണ്. അപ്പൊ ഈ ദൈവത്തെ എല്ലാം പ്രസാദിപ്പിക്കണം. സത്യത്തിൽ ഈ ഛത്തീസ്ഗഡില് ഞാൻ മനസ്സിലാക്കിയ ഛത്തീസ്ഗഡില് ആൾക്കാർ പാവങ്ങളാണുള്ള കാരണം എന്താണ് ഇവർ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം. ജൂലൈ മാസം ഒരു ഹരിയാലിനൊരു സംഭവമുണ്ട്. ഹരിയാലി എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമാണ്. ഈ ഹരിയാലി തുടങ്ങിയാൽ അന്ന് മുതൽ ഹോളി, ഇപ്പൊ ഈ മാർച്ച് മാസം ഹോളി ഉണ്ട്. ഹോളി അറിയാവുന്നുണ്ടോ? ഹോളി വരെ അവിടെ ഉത്സവങ്ങളാണ്. അപ്പൊ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഓരോ ദൈവത്തെ പ്രീതിപ്പെടുത്തണം. അപ്പൊ പ്രീതിപ്പെടുത്തുന്ന പറഞ്ഞാൽ ചുമ്മാ ഒന്നുമല്ല, അത് ചെലവുണ്ട്. ആ പൂജാരി പറയുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കണം. ആ വെക്കണം വീട്ടിൽ വെച്ച് അവരുടെ എല്ലാ പൂജാരികളും വന്ന് അവർക്ക് പൂജാരികളൊക്കെ ലക്ഷപ്രഭുക്കളാണ്. അവരൊക്കെ അവിടുത്തെ പൂജാരി എന്ന് പറഞ്ഞാൽ BMW കാറിലാണ് വരുന്നത്. അവർ പറയുന്ന പോലൊക്കെ ചെയ്തു വെക്കണം. ഇവർ ചെയ്യുന്നത് എന്താ അറിയാം? ഇവർ ഈ പൂജ ചെയ്യാൻ വേണ്ടി കടം മേടിക്കും. 10 രൂപ 15 രൂപ 20 രൂപ പലിശയ്ക്ക് കടമെടുക്കും. അവിടെ ബ്ലേഡ് കാണും. ബ്ലേഡിൽ നിന്ന് പൈസ കടമെടുക്കും.
വെളിയിൽ നിന്ന് പൈസ കടമെടുത്താണ് ഈ പൂജാരിക്ക് കൊടുക്കണം. പൂജാരിക്ക് ദക്ഷിണയുണ്ട്. ഇതെല്ലാം കൊടുത്ത് പൂജ ചെയ്ത്, എന്ന് പറഞ്ഞാൽ പൂജ ചെയ്താലേ ഇവരുടെ ദോഷങ്ങളൊക്കെ മാറത്തുള്ളൂ. അയാൾ ദക്ഷിണ പഠിച്ച് അയാളങ്ങ് പോകും. അയാൾ വന്നോളെ 5 മിനിറ്റ് വന്ന് ഒരു ഇതെല്ലാം കാണിച്ചേച്ച് അയാളങ്ങ് പോകും. ഇവർ കടം മേടിച്ച് ഈ കടം അടുത്ത വീടണം, അടുത്ത ജോലി ചെയ്ത് കടം വിടും. ഈ കടം ഒന്ന് വീടി വരുമ്പോഴത്തേനാണ് അടുത്ത ഉത്സവം വരും. അപ്പം പിന്നെ വീണ്ടും കടം മേടിക്കണം. അങ്ങനെ കടം മേടിച്ച് ഇവർ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഇവരുള്ളത് നഷ്ടപ്പെട്ടു പോകും. ഇവരങ്ങ് കിട്ടുന്നത് അധ്വാനിക്കുന്നതെല്ലാം കുറേയൊക്കെ കഴിക്കും, ബാക്കിയെല്ലാം ഉത്സവമായിട്ടും അതും ഇതും ഒക്കെ ആയിട്ട്. പിന്നെ ഈ പൂജാരിക്ക് കള്ളും കൊടുക്കണം കേട്ടോ. ഇതൊക്കെ കള്ളും കൊടുക്കണം. അവർക്ക് കള്ളും കഞ്ചാവും എല്ലാം കൊടുക്കണം. ഇതെല്ലാം അവരുടെ പണിയാണ്. ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ഇവരുടെ പൂജകളൊക്കെ നിർത്തി. ഇവരുടെ ദൈവങ്ങളെയൊക്കെ എടുത്ത് ഇവര് കുളത്തിക്കൊണ്ട് മുക്കിക്കളയാം. ഇതാണ് ഹിന്ദുക്കളെ പ്രകോപിച്ചത്. ഈ പാസ്റ്റർമാർ വന്ന് ഇവന്റെ വീട്ടിൽ കയറും. ഇവന്റെ വീട്ടിൽ ഒരു പാസ്റ്റർ അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് വിടുതല. ഇവർക്ക് മനസ്സിലാകുന്നില്ല ഈ പാസ്റ്റർമാർ കയറുന്ന വീടുകള് എന്തുകൊണ്ട് ഇവന്റെ പുറകെ ഇങ്ങനെ പോകും. ഇവര് വലിയ മന്ത്രവാദികളാണല്ലോ ഈ പാസ്റ്റർമാർ. ഇവരുടെ കയ്യിൽ എന്തോ മന്ത്രമായിരിക്കുന്നു. നമ്മൾക്ക് ഇത്രയും ദൈവങ്ങളെല്ലാം വിട്ട് ഇവനെ ഒറ്റ രാത്രി കൊണ്ട് ഒരു പാസ്റ്ററിന്റെ പുറകെ പോകാനുള്ള കാരണം അത് ഇവർക്ക് എന്താലോചിച്ചത് പിടികിട്ടുന്നത്. അതിന് സർക്കാർ ബജരംഗതല്ലെന്നും ഹിന്ദു ജാഗരണം എന്നും പറഞ്ഞ് കുറെ ആൾക്കാരെ പൈസ കൊടുത്ത് പണം കൊടുത്ത് അങ്ങ് തയ്യാറാക്കി വെച്ചേക്കാം. നിങ്ങൾ ചെന്ന് ഇവരെല്ലാം അടിച്ചങ്ങ് നിരത്താൻ പോകും. ഇവരുടെ പ്രാർത്ഥനയ്ക്കകത്തോട് കയറി അങ്ങ് അടിച്ചേക്കാൻ പറഞ്ഞു. സർക്കാർ പിന്നിൽ, മുഖ്യമന്ത്രി പിന്നില്ല, അവർക്ക് സപ്പോർട്ടാണ്. കള്ളും കഞ്ചാവും എല്ലാം മേടിച്ചു കൊടുത്ത് ഇവർ കള്ളും കഞ്ചാവും എല്ലാം അടിച്ചായി വന്ന് ചർച്ചകളിൽ എല്ലാ ഞായറാഴ്ചയും ഉണ്ട് ഓരോ ചർച്ചകളിലായിട്ട് അടിയും പിടി വന്ന് അടിച്ച് തകർത്ത്. നമ്മുടെ ഈ കീബോർഡൊക്കെ ഇതൊക്കെ വന്നാൽ പൊടിയായിട്ട് വാരിയെടുക്കാം. അവര് വലിയ മുളവടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. കഴിഞ്ഞ മാസം ഒരു വീട്ടു പ്രാർത്ഥന, ഇവർ പാത്ത് വെച്ചൊരു വീട്ടു പ്രാർത്ഥന. രാത്രിയില് പാത്ത് ആരും അറിയാതെ ആ വീട്ടിലെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു. ഇവരെങ്ങനെയോ അറിവ് കിട്ടി, മണത്ത് കിട്ടി. ഈ ചക്കപ്പഴത്തിൽ ഈച്ചെടുക്കുന്നല്ലോ ഇവർക്ക് അറിവ് കിട്ടും. ഇവരറിവ് കിട്ടി. ഇവന്മാരവിടെ ചെന്നപ്പോൾ അകത്ത് പ്രാർത്ഥന നടക്കുക. ഇവർ ചെയ്തതെന്നറിയാവും, ഇവന്മാർ പുറത്ത് ഈ മെയിൻ സ്വിച്ചെല്ലാം പുറത്താണ്, ഈ മീറ്ററും സ്വിച്ചെല്ലാം പുറത്താണ് വെക്കുന്നത്. കാരണം അവിടുത്തെ വീടുകളിൽ പുറത്താണ്. നമ്മുടെ ഇവിടെ പുറത്തല്ലേ, അവിടെ പുറത്താണ്. കാരണം മീറ്റർ റീഡിങ് എടുക്കാൻ വരുമ്പോൾ ആൾക്കാർ വീട്ടിൽ കാണത്തില്ല. അതുകൊണ്ട് മീറ്ററും റീഡിങ്ങും എല്ലാം ഈ മീറ്ററും മെയിൻ സ്വിച്ചും എല്ലാം പുറത്താണ്. ചിലരുടെ മീറ്ററൊക്കെ ഈ പുറത്ത് ഈ നമ്മുടെ എന്താ മതിലിൻ്റെ അവിടെ വെച്ചിരിക്കും. അവിടുന്ന് മെയിൻ സ്വിച്ച് അങ്ങ് ഓഫാക്കി. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇവരിങ്ങോട്ട് എല്ലാം ഇരുട്ടത്തായി. ഇവർ പോയത് കറണ്ട് പോയതാണ് ഉദ്ദേശം. ഇവരകത്തോട്ട് കയറി അങ്ങ് അടിയെന്ന് പറയും. ഇരുട്ടടി, നമ്മളെ ഇരുട്ടടി. ഈ മുളകൊടി കൊണ്ട് എല്ലാത്തിനെയും അങ്ങ് അടിച്ചു. പാസ്റ്ററിനെ വലിച്ചിട്ട് അടിച്ചു. അവസാനം ഒരു 10-20 മിനിറ്റ് നേരം അടിച്ചു കഴിഞ്ഞിട്ട് ഇവര് പുറത്ത് ചാടി. ഇവര് തന്നെ ലൈറ്റ് കൊണ്ടാക്കി. അപ്പൊ എല്ലാം അടി കൊണ്ട് ഉടനെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ പോലീസുകാർ ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ധർമാന്തരം ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ അടി മടിച്ചെന്നല്ലേ പോലീസുകാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇവരുടെ വീട്ടിൽ മതപരിവർത്തനം ചെയ്താൽ വന്നു. നമ്മൾ പറഞ്ഞ മതപരിവർത്തനം എന്നല്ലേ പറയുന്നത്, അല്ലേ? നമ്മൾ പക്ഷെ അതൊന്നും അല്ല അവര് പറയുന്നത്. അവര് പറഞ്ഞ ധർമാന്തരൻ. അതിനർത്ഥം മനസ്സിലായോ? അല്ല, മതപരിവർത്തനം എന്ന് പറഞ്ഞാല് മതത്തെ മാറ്റുക എന്നുള്ളത്, അല്ലേ? മതത്തെ മാറ്റുക, ഒരു മതത്തിൽ നിന്ന് വേറെ മതത്തിലേക്ക് കൊണ്ടുപോവുക, അതല്ലേ മതപരിവർത്തനം. ഈ ധർമാന്തരം എന്ന് പറഞ്ഞാൽ അതല്ല. ധർമാന്തരം എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ ഇല്ലാതാക്കുക, അവരുടെ മതത്തെ ഇല്ലാതാക്കുക, അവരുടെ മതത്തെ എന്തുവാ മുടിക്കുക. ഇതാണ് അവർ പറയുന്നത്. അത് കേൾക്കുന്ന ഏതൊരു ഹിന്ദുവിന്റെ രക്തം. ഇപ്പൊ നമ്മളൊരു ക്രിസ്ത്യാനിയെ ഹിന്ദു ആക്കിയത് നമ്മൾ കളക്കി തന്നെ സെയിം അത് തന്നെ.
അവര് ഹിന്ദു. അപ്പം പിന്നെ അവര് രാഷ്ട്രീയം നോക്കത്തില്ല. അവിടെ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി എല്ലാം ഒന്നാ. നമ്മുടെ നാട്ടിലാ കോൺഗ്രസും ബി ജെ പി തമ്മിൽ അവർ രണ്ടും ഒന്നാ. മതത്തിന്റെ കാര്യം വരുമ്പോ കോൺഗ്രസും ബി ജെ പി ഒന്നാ, അവരൊന്നാ. ഈ മതത്തിന്റെ ഒറ്റ കാര്യം. കാരണം അവരുടെ മതത്തെ ഇല്ലാതാക്കാൻ അവർ സമ്മതിക്കത്തില്ല. അവർ കേൾക്കുകയാണ്. അതാണ് ഇവരെടുത്തിരിക്കുന്ന ഒരു വലിയ മതാന്തരം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനമല്ല, മതത്തെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക. നമ്മുടെ ഹിന്ദു മതത്തെ ഈ മിഷണറിമാര് വന്ന് നമ്മുടെ ഹിന്ദു മതത്തെ അവര് ഇല്ലാതാക്കുക. അതിനുവേണ്ടി എത്ര കോടികളാണ് മുടക്കുന്നറിയാം. കാശുള്ള ഹിന്ദുക്കളെ ഇത് കേൾക്കാറുണ്ട്. എൻ്റെ പേരിൽ ഒരു കോടി രൂപ അതില്ലാതാക്കുന്ന അവരെ അഴിക്കാനായിട്ടുള്ള പൈസ 1 കോടി രൂപ എൻ്റെ പേരിൽ അങ്ങ് ഇട്ടേക്കാൻ. 1 കോടി രൂപ കൊടുക്കുക, സർക്കാരിന് കൊടുക്കുക. നിങ്ങൾ ഇവരെ ഈ മിഷണറിമാരെ ഇവിടുന്ന് ഓടിക്കണം. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കാനും തയ്യാറായിട്ട് അവരുടെ വലിയ വലിയ ആളുകൾ നിൽക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്. പിന്നെ ഇവര് ഭരണം അവരുടെ കയ്യിലായതുകൊണ്ട് അവർക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റും. നമ്മളെ ഉപദ്രവിച്ച് കൊല്ലാൻ പറ്റാത്ത സ്ഥിതിയിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊന്നുകളയും. അവർ ഭരിക്കുമ്പോൾ അതൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭരണം നഷ്ടപ്പെട്ടു താഴെ അല്ലെ, അതും ചെയ്തന്നെ. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ ചിന്തിക്കുന്നത്, കർത്താവ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വരികയാണ്. ഓരോ ദിവസം ചെറുതാണ് കൂണ് പൊട്ടി പുറപ്പെടുന്നതാണ് ജനങ്ങൾ യേശുവിലേക്ക് ആകർഷിക്കുന്നത്. എത്ര അടി കൊള്ളുന്നോ ആ അടി കൊള്ളുന്ന സ്ഥലത്തു നിന്ന് ആളുകൾ വിശ്വാസത്തിലേക്ക്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ലോക്കൽ ന്യൂസ് ചാനലിലെ ഒരു ഡോക്ടർ വന്ന് സംസാരിച്ചു. ഇപ്പൊ ഈ മതപരിവർത്തനത്തെ പറ്റി, ഈ മതം ഇല്ലാതാക്കുന്നതിനെ പറ്റി ഒരു ചർച്ചയായിരുന്നു. ചർച്ചയിൽ ആ ഡോക്ടർ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഇവരുടെ ഹിന്ദുക്കളുടെ നേതാക്കന്മാർക്ക് ഒരു ഉത്തരം പറയാനില്ല. അവർ ചോദിച്ചത്, ഇവര് ന്യൂനപക്ഷമാണ്, ക്രിസ്ത്യൻസ് പറയുന്നത് ന്യൂനപക്ഷം, ഹിന്ദു എന്ന് പറയുന്നത് മജോറിറ്റി അല്ലേ. അതായത് ഏകദേശം 80% ഹിന്ദുക്കളാണ്. ബാക്കി 20% ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും പഞ്ചാബികളും പിന്നെ ജൈൻ പിന്നെ ബുദ്ധ, അങ്ങനെ എല്ലാം കൂടെ കൂടിയ 20%. 80% 80% ഹിന്ദുക്കൾ. അപ്പോൾ അവർ ചോദിച്ചത് 80% വരെ ഹിന്ദുക്കള് 20% വരുന്ന ഈ മൈനോറിറ്റി എന്തുകൊണ്ട് പേടിക്കും? അതും ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന 2% ഉള്ളൂ, 2%. അവർ ചോദിച്ച ചോദ്യം, നിങ്ങൾ മുസ്ലിങ്ങളെ പഠിക്കുന്നില്ല, നിങ്ങൾ ബുദ്ധമതത്തിനെ പഠിക്കുന്നില്ല, നിങ്ങൾ ജൈൻ മതത്തിനെ പഠിക്കുന്നില്ല, നിങ്ങൾ പഞ്ചാബികളെ ആരും മതപരിവർത്തനം ചെയ്യുന്നില്ല. മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ അവരുടെ രീതി ചെയ്യുന്നുണ്ട്, അത് വേറെ രീതിയാണ്. പക്ഷേ ഈ ക്രിസ്തു മതത്തെ, ഈ 2% ഉള്ള ക്രിസ്തു മതത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ പേടിക്കുന്നത്? അതിന് അവർ തന്നെ ഉത്തരം പറഞ്ഞു. അവർ തന്നെ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഹിന്ദു മതത്തിലെ ദൈവങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യം യേശു ചെയ്യുന്നു. ഹിന്ദു മതത്തിലുള്ള ഒറ്റ ദൈവങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ യേശുവിലൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത്. അതാണ് സത്യം. അവർ പറഞ്ഞ സത്യമാണ്. ഈ ദൈവങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്ത കാര്യം അവിടെ ദൈവം യേശുവിൽ നടക്കുന്നു. 2024 ഫെബ്രുവരി മാസം 18 ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിലെ ആരാധന, ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു ആരാധന വീട്ടിൽ വെച്ചാൽ ഞങ്ങളുടെ 3 ആരാധനയാണ് സൺഡേയിൽ. ഒരു ഇവിടുത്തെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വേറെ സ്ഥലത്ത്, അവിടുന്ന് വൈകിട്ട് വേറെ സ്ഥലം, അങ്ങനെ 3 സ്ഥലത്തിലാണ് ആരാധന. ഇപ്പോൾ രാവിലത്തെ ആരാധന കഴിഞ്ഞ് രാവിലെ 8 മുതൽ 10 വരെ ഒരു ആരാധന. ആ ആരാധന കഴിഞ്ഞ് ആളുകൾ കുറച്ച് പേര് പുറത്തോട്ട് പോയപ്പോൾ തിരിച്ചകത്ത് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് വന്നത്? പാസ്റ്റർ, പുറത്ത് ഗേറ്റിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ് പറഞ്ഞു. ഗേറ്റിൽ നിന്ന് താഴെട്ടിരിക്കുകയാണ്. ആരാ പുറത്തുനിന്ന് താഴെട്ടി? അപ്പം ഞാൻ പറഞ്ഞു, പുറത്തുനിന്ന് ആരാ താഴെ ഇടുന്നത്?
ഞാൻ പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ റോഡിൽ നിരന്ന് നിൽക്കുകയാണ് ബജരംഗദളിൻ്റെ ആളുകൾ വടിയൊക്കെയായി. അവർ എന്നെ കണ്ടോണ്ട് ജയ ശ്രീറാം വിളിക്കാൻ തുടങ്ങി. അപ്പം മനസ്സിലായ സംഗതി അവർ വന്നു. അപ്പം ഞങ്ങൾ അകത്ത് കയറാൻ ഉടനെ ഞാൻ പോലീസ് സ്റ്റേഷനോട് ഫോൺ വിളിച്ചു. അപ്പം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു വണ്ടി എവിടെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ നോക്കുമ്പോൾ ഒരു ബുൾഡോസർ കൊണ്ടിട്ടിട്ടുണ്ട് റോഡിൽ. അത് റോഡിൻ്റെ നടുക്ക് കൊണ്ടിട്ടിരിക്കുക ബുൾഡോസർ. ഒരു വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, നടുക്കിട്ടിരിക്കുക. പോലീസ് ഒരു 5 മിനിറ്റ് പോലീസ് വണ്ടി അവിടെ വന്നു. പെട്ടെന്ന് പോലീസുകാരകത്തേക്ക് വന്ന് എന്താണ് ഇവിടെ പ്രശ്നം? ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇവിടെ ധർമാന്തരം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ നോക്കാൻ പറഞ്ഞു. എല്ലാവരും വിളിച്ചു ചോദിച്ചു, നിങ്ങളെ ആരും മതപരിവർത്തനം ചെയ്തെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറയും, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ വരുന്നതാണ്. അപ്പം ഇവർക്ക് ആധാർ കാർഡ് കാണിക്കണം, ഇവർ പാകിസ്ഥാനികളാണ്, ഇവർ ഇന്ത്യക്കാരല്ല, അതാണ് ഇതാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവർ. എന്നിട്ട് അവരവിടെ നിന്നോട്ട് ഭയങ്കരമായിട്ട് അപ്പം പോലീസുകാരെ പറഞ്ഞ് ഞങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറി, എല്ലാവരും വണ്ടിക്കകത്ത് കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഉടനെ തന്നെ 3-4 വണ്ടി വന്നു. ആ വണ്ടിക്കകത്ത് എല്ലാവരെയും കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ പുറകെ ഇവർ വന്നു. അവിടെ വന്ന് ജയിലിൽ ഒരു 10-20 പേരുണ്ട്. മടിയൊക്കെ ആട്ടോ, വലിയ മുളമടിയൊക്കെ ആട്ടോ നിൽക്കുന്നത്. എന്ന് ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോലീസുകാരകത്ത് കൊണ്ടുപോയി. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിയെന്നൊന്ന് എഴുതി തരാൻ പറഞ്ഞു, അല്ലാതെ ഇവർ പോകത്തില്ലെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിക്കത്തില്ല എന്ന് എഴുതി തരാൻ പറഞ്ഞു, അല്ലാതെ ഇവർ പോകത്തില്ല, അത് നിങ്ങൾ തല്ലും കൊള്ളുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ നിങ്ങളെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ഇവിടെ വെക്കാൻ പറ്റും, പക്ഷേ എത്ര നേരം വെക്കാൻ നോക്കും? ഞങ്ങൾക്ക് നിയമമില്ല, നിങ്ങളെ അധികം നേരം ഇവിടെ വെക്കാനുള്ള നിയമമില്ല, അതുകൊണ്ട് നിങ്ങൾ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി കൊടുത്തു. ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന നടത്തത്തില്ല. അങ്ങനെ ആ എഴുത്ത് കൊണ്ട് ആ പോലീസുകാർക്ക് അവരെല്ലാം കാണിച്ചു, എഴുതി തന്നിട്ടുണ്ട്, പാസ്റ്ററിൻ്റെ കയ്യിൽ ഞങ്ങൾ എഴുതി മേടിച്ചിട്ടുണ്ട്, ഇനി അവർ പ്രാർത്ഥന നടത്തത്തില്ല, നിങ്ങൾക്കെല്ലാം പിരിഞ്ഞു പോകാൻ പറഞ്ഞു. അതിനുശേഷം അവരോട് പിരിഞ്ഞു പോയി. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങളെ വിട്ടത്. കാരണം പോലീസുകാരെ പറഞ്ഞ് നിങ്ങൾ ഇപ്പം പോകരുത്, ഇപ്പം പോയി അവർ പുറത്ത് നിന്ന് എവിടെയും നിങ്ങളെ ഉപദ്രവിക്കും, അതുകൊണ്ട് ഇപ്പം പോകരുത് പറഞ്ഞു. കുറച്ച് 2 മണിക്കൂർ ഞങ്ങളെ ഇരുത്തിയതിന് ശേഷം എല്ലാവരും പോയി എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞങ്ങളെ കണ്ടു. അന്ന് മുതൽ ഇതുവരെ ഞങ്ങളുടെ ആരാധന ഓൺലൈനിലാണ്. ഇന്നിപ്പോൾ രാവിലെ 3 മണി മുതൽ 5:45 വരെ ആരാധന കഴിഞ്ഞാണ് വരുന്നത്. ഓൺലൈൻ ആരാധന, 2 ആരാധന, 2 ആരാധന എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ച 3 ആരാധനയാണ് ഓൺലൈൻ ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും വിശ്വാസികളെല്ലാം ഓൺലൈൻ വരുന്നുണ്ട്. ഓൺലൈൻ വന്നുകൊണ്ടൊരു ഗുണമുണ്ടായി, 6 കുടുംബം പുതുതായിട്ട് നമ്മുടെ ആരാധനയ്ക്ക്. അപ്പം ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഓൺലൈൻ ആരാധന തുടങ്ങിയതിനു ശേഷം 6 കുടുംബം കൂടെ ഞങ്ങളുടെ കൂടെ ആരാധന ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു വലിയ ഉണർവ് ഛത്തീസ്ഗഡിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയ ഉണർവിനെ ദൈവം അയക്കാൻ പോകുന്നു. ഞാൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ ആരാധനയ്ക്ക് കൂടുന്ന ആളുകൾ, ആയിരങ്ങൾ കൂടുന്ന മീറ്റിങ്ങുകൾ. ഛത്തീസ്ഗഡിൽ തന്നെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയിട്ടില്ല കർത്താവേ. ഞങ്ങൾക്ക് എന്നാണ് ഇങ്ങനെ ആയിരങ്ങൾ കൂടുന്ന ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നത്, ആയിരങ്ങളൊക്കെ ഒന്നിച്ചുകൂടി ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നത് എന്നാണെന്നൊക്കെ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പ്രിയ ദൈവമക്കളെ, ആയിരങ്ങളല്ല, ലക്ഷങ്ങളാണ് ഇനി വലിയ ഒരു ഉണർവിന്റെ കാറ്റ് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ദൈവം അയച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉണർവ് കാണണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വരണം, അവിടെയാണ് നടക്കുന്ന ഉണർവ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എങ്കിൽ പോലും ഈ ബജരംഗദളിന്റെ ആളുകൾ, മുതലിക്കാൻ വരുന്ന ആളുകൾ, അവർ പണത്തിന് വേണ്ടിയാണ്. അവർക്ക് പണമാണ് ആവശ്യം, പണവും മദ്യവും. പണത്തിന് വേണ്ടി അവർ എന്ത് ചെയ്യും? അങ്ങനെ കുറേ ആളുകളുണ്ട്. എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, ആരും ചിന്തിക്കരുത്. നേതാക്കന്മാരുടെ മക്കൾ ആരും ഇതിനുവേണ്ടി പോകത്തില്ല. അവർക്ക് നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളവരാണ്, അവർ നല്ല ജോലി ചെയ്യുന്നത്. അവരൊന്നും ഈ അടിക്കാനോ പിടിക്കാനോ ഒന്നും പോകത്തില്ല. ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ച കുറേ ആളുകളുണ്ട്. അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് ഇവരെ ആക്കിയിരിക്കുക.
അത് ഞാൻ ഗ്രാമത്തിൽ ചെന്നപ്പോൾ മനസ്സിലായത്. ഛത്തീസ്ഗഡ് മദ്യപാനികളുടെ ഒരു വലിയ സ്റ്റേറ്റാണ്. മദ്യപാനം, അവർക്ക് കള്ളില്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റും. ദിവസവും കള്ള് വേണം. വീടുകളിലൊക്കെ മാറ്റി കുടിക്കുന്നുണ്ട് കള്ള്. വീടുകളിൽ ഗ്രാമങ്ങളിൽ ചെന്നാലേ, ആദിവാസി ഗ്രാമങ്ങളിൽ ചെന്നാൽ അവിടെ വീടുകളിൽ അവർ മാറ്റി കുടിക്കും. അവർ അപ്പനും മക്കളും എല്ലാവരും കുടിക്കും. അപ്പോൾ ഈ കള്ള് കുടിക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ ആളിനോട് കള്ള് കുടിക്കാൻ വേണ്ടി പണം മേടിച്ച് സ്വന്തം ഭാര്യയെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്ന ആളുകളുണ്ട്. കള്ള് കുടിക്കാൻ വേണ്ടി, ഒരു നേരത്തെ കള്ള് കുടിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ പറഞ്ഞു വിടുക. അങ്ങനെയുള്ളൊരു സമ്പ്രദായം ഛത്തീസ്ഗഡിലുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി കള്ള് കുടിക്കാൻ വേണ്ടി അവർ അങ്ങനെ പോലും ചെയ്യാൻ പഠിക്കില്ല. അപ്പോൾ അവരുടെ ആ ഒരു ക്രൂരത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരെത്ര ക്രൂരന്മാരാണെന്ന് അതിൽ നിന്ന് നമ്മെ മനസ്സിലാക്കാം. പിന്നെ ഇവർക്ക് കൊല്ലാനും തല്ലാനും ഒന്നും മടിയില്ല. ഇവർ ഈ വരുന്നത് വെച്ചാൽ അവരെല്ലാം രണ്ടും കൽപ്പിച്ച ഉള്ള ആളുകളാണ്. അവർക്ക് മുന്നോട്ടും പുറകോട്ടും നോട്ടമില്ല. കാരണം അവർക്ക് ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലാത്തവരാ. അവർ കുടുംബമോ കുട്ടികളോ ഒന്നും ഒരു പ്രശ്നമല്ല. കുടുംബവും കുട്ടികളോ ഒന്നും പ്രശ്നമില്ല. അവർ ഇതിനു വേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക. അതിനുവേണ്ടി കുറെ ആളുകളെ, അല്ലാതെ കുടുംബവും കുട്ടികളായിട്ട് ജീവിക്കുന്നവരാരും ഇങ്ങനെ തല്ലോ വഴക്കോ ഉണ്ടാക്കാൻ ഒരു നേതാവ് പറഞ്ഞാലൊന്നും പോകുന്നില്ല. ചിന്തിക്കുന്നു, നമ്മൾ അതിൽ പോകും. കുടുംബമായിട്ട് ജീവിക്കുന്ന ആരിലും പോകും ഇല്ല. ഇതിനു വേണ്ടി തന്നെ തയ്യാറാക്കി സർക്കാർ പണം കൊടുത്ത് ചെലവാക്കി, കോടികൾ ചെലവാക്കി ആളുകളെ തയ്യാറാക്കി വെച്ചിരിക്കുക. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നതും. അവരെല്ലാം 24 മണിക്കൂർ അവർ കള്ളു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിന്റെ പുറകെ പോവാം. അവർക്ക് വയറ് നിറച്ച് കള്ളു മടിച്ചു കൊടുക്കും, അതിന്റെ കൂടെ പൈസയും കൊടുക്കും. അതുകൊണ്ട് ഛത്തീസ്ഗഡിൽ ഒരു വലിയ ഉണർവ്. ഞാൻ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലാകെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചാർജ് ചെയ്യാനാണ് കേരളത്തിൽ വരുന്നത്. ഇവിടെ വന്ന് കൈ അടിച്ചൊന്ന് ആരാധിക്കാനാണ് വരുന്നത്. നമ്മൾ കൈയടിക്കാൻ മറന്നുപോയി കേട്ടോ. ഞങ്ങൾ കൈയടിയൊക്കെ മറന്നുപോയി. എങ്ങനെ കൈ അടിക്കുന്ന പോലും നമുക്ക് അറിയത്തില്ല. അതുപോലെ മറന്നുപോയി. കാരണം നമുക്ക് അവിടെ കൈയടിക്കാൻ പറ്റത്തില്ല, കൈയടിച്ച് ആരാധിക്കാൻ ഒന്നും പറ്റത്തില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ചോദിച്ചു, പാസ്റ്ററെ നിങ്ങളൊക്കെ അവിടെ എങ്ങനെ ഒന്നും അവിടെ അടിയും പിടിയൊക്കെയാണ്, നിങ്ങളൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പാസ്റ്ററെ ഞങ്ങൾക്ക് ഇപ്പം വന്ന് ഒരു ഞായറാഴ്ച അടി ഇല്ലല്ല, ഞങ്ങളുടെ സങ്കടം. ഞങ്ങൾ അങ്ങ് ക്ഷീണിച്ചു പോയി. ഞങ്ങൾ ഈ അടി കൊണ്ട് ഈ തെറിവിളി കേട്ടു. സത്യത്തിലുണ്ടല്ലോ, അവര് പറഞ്ഞ ഹിന്ദി പറഞ്ഞ് ഇവരിക്കോട്ട് വന്ന് കയറിയിട്ട് ആദ്യം തെറിയാ വിളിക്കുന്നു. അതായത് ക്രിസ്ത്യാനികളുടെ പേര് കൂടി തെറിയാ വിളിക്കുന്നു. ആ തെറിയെന്ന് പറഞ്ഞാല് നമ്മൾ കേട്ട് നിൽക്കാൻ പറ്റുന്ന തെറിയാണ്. അപ്പനും മക്കളും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്, കേൾക്കാൻ പറ്റാത്ത തെറിയാ വിളിക്കുന്നു. ഇവിടൊക്കെയാണ് നമ്മൾ അടിച്ച് കർണം പോയിക്കുന്ന തെറിയാ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതെല്ലാം കേട്ട് ഉണ്ടാതിരിക്കുക. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ എന്തുവാ, അടിയുടെ ആക്കം കൂടും. കാരണം ഇവരെ എല്ലാം അവരുടെ അധികാരം, അവരുടെ പൊളിറ്റിക്സ് അവരുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ആരുമില്ല. നമ്മളെ സഹായിക്കാൻ, നമ്മളെ പിന്താങ്ങാൻ നമുക്കാരുമില്ല. അവരുടെ കൂടെ എല്ലാ അധികാരങ്ങളും അവരുടെ കൂടെയാണ്. അതുകൊണ്ട് നമ്മളിതൊക്കെ കേൾക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്ന പോലെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങളെ നിന്ദിക്കുകയും പഴിക്കുകയും ദൂഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രതിഫലം, വലിയ പ്രതിഫലം കിട്ടുന്നത് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യക്കാർക്കാണ്. ഞങ്ങളാണ് നോർത്ത് ഇന്ത്യയിലുള്ള ഞങ്ങൾ ദേവദാസന്മാരായ നിത്യവും തെറിവിളി കിടക്കുന്നത്. പണ്ട് ഞങ്ങളുടെ ഈ തിരുവല്ലയിലെ, എൻ്റെ വീട് തിരുവല്ലയാണ്. തിരുവല്ല ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും. ഈ കോട്ടൂർ എന്ന് പറഞ്ഞാൽ എന്നും അടിയും കൊലയും വെട്ടും തീവെപ്പൊക്കെയുള്ള സ്ഥലമാണ്. എന്നും തലവേദന. പോലീസുകാർക്ക് ആ സ്ഥലത്തെ തലവേദനയാണ്. ഇപ്പോഴും തലവേദനയാണ്, അന്നും. അപ്പം ഒരാഴ്ച ഒരു ദിവസമെങ്കിലും അവിടുത്തെ പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാർ അന്വേഷിച്ച് വരും, എന്താ ഇന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. എന്താ കൂട്ടുകാർക്ക് പ്രശ്നമൊന്നും ഇല്ലേ, അത് നിങ്ങൾ ഉറങ്ങിപ്പോയോ, അന്വേഷിച്ച് വരുമായിരുന്നു. അന്ന് പോലെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഒരാഴ്ച പ്രശ്നമില്ല, നമുക്കൊരു ഊർജിതമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു ഊർജിതം വേണമെന്നെങ്കിൽ ഈ ബജരംഗത്തുകാർ കയറി 2 അടിയൊക്കെ അടിക്കണം, എന്നെങ്കിലും മാത്രം നമുക്കൊരു ഊർജ്ജം ഉണ്ടാകുന്നുള്ളൂ.
ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നോർത്ത് ഇന്ത്യയിലെ കാര്യം നമ്മൾ കേൾക്കുന്നതോ ചിന്തിക്കുന്നതോ അല്ല. വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒക്കെ മധ്യത്തിൽ ദൈവം എല്ലാവരും നിലനിർത്തും. ഒരാളും പിന്മാറിപ്പോകാൻ, ഒരു ദേവദാസന്മാരും പോലും അവിടുന്ന് പിന്മാറിപ്പോയിട്ടില്ല. അവിടുന്ന് സുവിശേഷം വിട്ടു പോകില്ല. യു പിയിലുള്ള കുറെ ദേവദാസന്മാര് യു പിയിൽ നിന്ന് വിട്ടിട്ടും അത് നാട്ടിൽ വന്നിട്ടുണ്ട്. യു പിയിൽ നിന്ന് പേടിച്ചു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്നപ്പോൾ അവിടെ ഹിന്ദിക്കാർ പാസ്റ്റർമാരുടെ അയ്യര് കളിയാണ്. നേരത്തെ ഒന്നും അവിടെ പാസ്റ്റർമാരില്ലായിരുന്നു. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നാൽ പഠിപ്പിക്കുന്നത്. ഹിന്ദിക്കാരാണ് അവിടെ പഠിക്കാൻ വരുന്നത്, നോർത്ത് ഇന്ത്യക്കാരാണ്. അപ്പം ഞങ്ങൾ വരുമ്പോൾ 10-20 ദിവസത്തെ ക്ലാസ് ഇപ്പം പാസ്റ്റർ അവിടെ പറഞ്ഞ പാസ്റ്റർ ഇപ്പം ഇഷ്ടം പോലെ പാസ്റ്റർമാരുണ്ട് ഇവിടെ ഹിന്ദിക്കാർ. ഞാൻ എവിടുന്ന് വന്നു? എല്ലാം യു പിയിൽ നിന്ന് വന്നവരാ. യു പിയിൽ നിന്ന് അടി കൊണ്ടപ്പോഴേ അടിയും കൊണ്ട് അവിടുന്ന് പേടിച്ച് ചാടി കേരളത്തിലേക്ക് ചാടിയിരിക്കുക. ഹല്ലേലൂയ. എന്നോട് അവിടുത്തെ ഒരു സാറ് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളെല്ലാം ഇതുപോലെ ഒരു ദിവസം കേരളത്തിൽ തിരിച്ചു വരും. ഞാൻ പറഞ്ഞു, ചത്താലും വെറുതെ. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നുവെങ്കിൽ. എന്റെ സാറെ, ചത്താലും ഞങ്ങൾ ഛത്തീസ്ഗഡ് വിട്ട് വരത്തില്ല. ഞാൻ ശപഥം എടുത്തിരിക്കുന്നു, ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഇവിടെ തന്നെ. കാരണം നമ്മുടെ ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മൾ അവിടെ ചെലവഴിച്ചു. ഇല്ലേ? 30 വർഷം ഒരു ആയുഷ്കാലം, 30 വർഷം ഒരു ആയുഷ്കാലം മുഴുവൻ അവിടെ സുവിശേഷ വഴികൾ ചെലവഴിച്ചേച്ച് ഇപ്പോൾ ഒരു അടി കൊണ്ടെന്ന് വേണം നമ്മൾ ഇട്ടേച്ച് പോകുന്നതാണ്. ഒരു തല്ല് കിട്ടി അല്ലെങ്കിൽ തെറിവിളി കേൾക്കുന്നു വേണം നമ്മൾ അവിടുന്ന് സുവിശേഷ വഴി ഇട്ടേച്ച് പോകുന്നതാണ് അല്ല. രണ്ടാമത്തെ കാര്യം, അവർ നമ്മളെ വിശ്വസിച്ച് വന്ന ദൈവ മക്കള്. കാരണം അവരവരുടെ വീടും അവർ ഈ വിശ്വാസത്തിൽ വന്ന ശേഷം അവരുടെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം അവരെ പടി ഇറക്കി പിണ്ണം വെച്ചിരിക്കുകയാണ്. അവരുടെ ഒരു കല്യാണത്തിനോ അവരുടെ ഒരു മരണത്തിനോ ഒന്നും അവർ വിളിക്കത്തില്ല. അവർക്കാകെ ആശ്രയമുള്ള ദൈവവും നമ്മൾ മാത്രമേ. അല്ലാതെ തിരിച്ചു പോകാനൊക്കത്തില്ല. തിരിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കാട്ടിൽ വലിയ പ്രശ്നമാണ്. അവർ പറയുന്ന ഞങ്ങളിനി അവർ തിരിച്ചു പോകത്തില്ല. കാരണം തിരിച്ചു പോയാലും അവരുടെ സ്വന്തക്കാരും അവരെ അംഗീകരിക്കത്തില്ല. കാരണം അവരെല്ലാം അവരെ പണിയിറക്കി പിണ്ണം വെച്ചിരിക്കുക. യേശുവിനെ സ്വീകരിച്ചു, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അവരെ പിണ്ണം വെച്ചിരിക്കുക. വേറെ സത്യാവസ്ഥ ഞാൻ പറയാം. ഈ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായി ഗ്രാമങ്ങളിൽ എല്ലാ പ്രാർത്ഥനകളും നിർത്തിച്ചു. വീടുകളിലുള്ള എല്ലാ പ്രാർത്ഥനകളും നിർത്തിച്ചു. ഒരു വീട്ടിലും പ്രാർത്ഥന നടത്താൻ പറ്റില്ല എന്ന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് പറയിപ്പിച്ചു. ബോർഡ് വെപ്പിച്ചു. പാസ്റ്റർമാരെ കറുത്ത ബോർഡിനകത്ത് എല്ലാ ഗ്രാമത്തിൻ്റെയും ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടാണ് ഈ ഗ്രാമത്തിൽ പാസ്റ്റർമാർക്ക് പ്രവേശനമില്ല. ഒരു വീട്ടിലും യേശുവിൻ്റെ നാമത്തിൽ പാടുവാനോ പ്രാർത്ഥിക്കാനോ പറ്റുകയില്ല. പല പാസ്റ്റർമാരുടെയും പ്രാർത്ഥനകൾ നിന്നു. ഗ്രാമങ്ങളിലെ പ്രാർത്ഥനകളും ഒന്നുമില്ല. നിങ്ങളുടെ വിശ്വാസികളാരും പിന്മാറിപ്പോയിട്ടില്ല. എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഒന്നിച്ചു കൂടാൻ പറ്റുന്നില്ല, ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെതായുള്ള പ്രയാസങ്ങളുണ്ട്. പല ദൈവദാസന്മാർക്കും വീട്ടിൽ കഞ്ഞി വെക്കാനില്ലാത്തതുകൊണ്ട് പട്ടിണി കിടക്കുന്ന ദൈവദാസന്മാരുണ്ട്. എനിക്കറിയാം, വ്യക്തിപരമായിട്ടറിയാം. കാരണം ഈ ഓൺലൈൻ പ്രാർത്ഥന ആയതിനു ശേഷം ഈ ദശാംശമോ എന്തുവാ പിടിയരിയോ, അവിടെ പിടിയരിയാണ് കൂടുതലും, അരിയാണ് അവിടുത്തെ. ഛത്തീസ്ഗഡിലെ നെൽകൃഷിയാണ് കൂടുതലുള്ളത്. ഛത്തീസ്ഗഡിനെ ദാൻക കട്ടോര എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തുവാ നെല്ലിൻ്റെ കലവറ. നമ്മുടെ മലയാളത്തിലെ കേരളത്തിലെ പാലക്കാടിനെ പണ്ട് പറയുക, പാലക്കാടിനെ പറയുന്നത് നെല്ലിൻ്റെ കലവറ എന്ന് പറഞ്ഞ പോലെ ഛത്തീസ്ഗഡിനെ പറയുന്നത് നെല്ലിൻ്റെ കലവറയെന്ന്, ദാൻക കട്ടോര. അവരുടെ ആകെ ഉള്ള ഒരു കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. നമ്മുടെ ഈ നാട്ടിൽ വരുന്ന ഈ ബിരിയാണി ബാസ്മതി അരിയൊക്കെ അവിടെ ഉണ്ടാകുന്ന ബാസ്മതി, അങ്ങനെ എല്ലാം ഒരുപാട് തരത്തിലുള്ള അരികളുണ്ട്, പല സൈസിലുള്ള അരികളുണ്ട്. അവിടെയാണ് അതിൻ്റെ കൃഷി ഉണ്ടാകുന്നത്. പക്ഷേ ആ കൃഷിയിൽ നിന്നാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് അത് കൃഷി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവരെ വെള്ളം പിടിക്കാൻ പോലും അവരെ സമ്മതിക്കുന്നില്ല. ഈ ഹാൻഡ് പമ്പിനകത്ത് വെള്ളം അടിച്ചെടുക്കാൻ പോലും അവരെ ഗ്രാമത്തിൽ പുറത്തൊക്കെ. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ ഞാനിത് 3ാമത്തെ വീടാണ് മാറുന്നത്, എനിക്കിത് എത്ര വീട് എവിടോട്ട് മാറണം, ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോകണം. കാരണം എൻ്റെ ഗ്രാമത്തിൽ നിർത്തുന്നില്ല. ഒരു വീട് മാറി, അവിടെ മാറി 3 ദിവസം നിന്ന് പറഞ്ഞു, ഇവിടെ സർപ്പഞ്ച് വന്ന് പറഞ്ഞു ഇവരെ താമസിപ്പിക്കരുത്, ഇവിടെ താമസിപ്പിക്കരുത്, കാര്യമാക്കാൻ പറഞ്ഞു. ഉടനെ അടുത്ത വീട് പോയി, അവിടെ നിർത്തത്തില്ല. ഇപ്പം 3ാമത്തെ വീട് വന്നിരിക്കുക, ഇതും ഇപ്പം മാറണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യണത്?
ഞാൻ എൻ്റെ പിള്ളേരെയും കഴിച്ചുകൊണ്ട് എങ്ങോട്ട് പോകും? എനിക്ക് വീടും തരുന്നില്ല, അത് താമസിക്കാൻ വീടുമില്ല, ആഹാരവും ഇല്ല, കുട്ടികളുടെ പഠിത്തം. 1 വർഷമായിട്ട് പല കുട്ടികളും സ്കൂളിൽ പോകുന്നില്ല. പ്രൈസലോ, നമ്മളൊക്കെ ഇവിടെ നല്ല സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കുമ്പോൾ ഗ്രാമങ്ങളിൽ ഈ സുവിശേഷത്തിന്റെ പേര്, അതാണ് ഞാൻ പറഞ്ഞ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പട്ടിണി കിടക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. പല കുട്ടികളുടെ പഠിത്തം മുടങ്ങി. പല കുട്ടികളും കഴിഞ്ഞ 2 വർഷമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. അവർ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. കാരണം അവരെ ഓടിക്കുക, അവർ ചെല്ലുന്നിടത്തെല്ലാം അവരെ ഓടിക്കുക. ഇവിടുന്ന് പൊക്കോ, ഈ ഏരിയയിൽ നിന്ന് പോകരുത്. എങ്ങനെ നിൽക്കുന്നത്? പക്ഷെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അവരുടെ സമാജമുണ്ട്. അവരുടെ സമാജത്തിൽ നിന്ന് അവരെ എഴുതി അവരെ മാറ്റി. അവർക്ക് ഇനി സമാജത്തിൽ കേട്ടത്തില്ല. യേശുവിനെ സ്വീകരിച്ചതിന്റെ പേര്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞല്ലോ, ചെകുത്താനും കടലിനും മധ്യത്തിൽ എന്ന് പറഞ്ഞ പോലെ. ഈ അവസ്ഥയിലും അനേക ദൈവദാസന്മാര് പട്ടിണി കിടക്കുന്ന ദേവദാസന്മാരുണ്ട്. അനേക പാസ്റ്റർമാര് അവർക്ക് കുട്ടികൾക്ക് ഈ കഴിഞ്ഞ ദിവസം ദേവദാസന് പറഞ്ഞു, പാസ്റ്റർ പുള്ളിന് എം എക്കാരനാണ്. പുള്ളിക്കാരൻ ഒരു മിൽമയുടെ കമ്പനി ജോലി ചെയ്തതാണ്. കമ്പനിയുടെ ജോലി അദ്ദേഹത്തെ കളഞ്ഞു. അദ്ദേഹത്തെ ആ ഗ്രാമത്തിൽ നിന്ന് ഓടിച്ചു. അദ്ദേഹം വേറൊരു ഗ്രാമത്തിൽ പോയി 3 പിള്ളേരുണ്ട്. 3 പിള്ളേരെ കൊണ്ട് പോയി അവിടെ നിന്ന് ജോലി കാര്യം കൊടുത്തില്ല. നമ്മുടെ ഈ മുടിയനായ പുത്രന്റെ കൂട്ട് ജോലി കിട്ടുന്നില്ല. ആരും ജോലി കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം ഒരു ഓഫീസിൽ ജോലിക്ക് വിളിച്ചു. അവര് പറഞ്ഞു അവിടെ കൊടുത്ത ജോലി എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബാത്റൂം കഴുകാൻ. അവിടുത്തെ ബാത്റൂം ദിവസവും ഒന്ന് കഴുകണം. അതുപോലെ കിച്ചണും എല്ലാം കഴുകി തുടച്ചു വെക്കാൻ. രാവിലെ 10 മണിക്ക് മുമ്പ് ഇതെല്ലാം കഴുകി റെഡിയാകും. മാസം 2500 രൂപ. അദ്ദേഹം 2500 രൂപയ്ക്ക് ഈ ബാത്റൂം കഴുകുന്ന എം.എ.കാരനാണ് കേട്ടോ. എം.എ.കാരൻ ബാത്റൂം കഴുകുന്ന ജോലി ചെയ്യുക. കാരണം എങ്ങനെയല്ലേ പിള്ളേർക്ക് ഒരു കഞ്ഞിയെങ്കിലും കൊടുക്കണം. പക്ഷെ അവര് പറഞ്ഞു, യേശുവിനെ ഞങ്ങൾ വിടത്തില്ല പാസ്റ്റർ. ഇത് എത്ര കഷ്ടപ്പെട്ട് വന്നാലും, ഞങ്ങൾ ഇനി എത്ര പട്ടിണി കണ്ടാലും യേശു ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറും. യേശു ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഉറപ്പ്. ഇതാണ് നിങ്ങളെ സഹിക്കുക, ക്ഷമിക്കുക. ദൈവം ഒരു വഴി കാണിച്ച് ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളിവിടെ 3-4 നേരം കഴിച്ച് ജീവിക്കുമ്പോൾ ഇന്ന് 1 നേരം മാത്രം കഴിച്ച് ജീവിക്കുന്ന ആളുകളെ കഴിയാം. ഞാനൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി ആർത്തി കൊണ്ട് ഈ ചോറ് അവിടുന്ന് കണ്ട് ചോറ് കൊണ്ടുവന്ന പഴഞ്ചോറ ഹോട്ടലിൽ ഉണ്ടാക്കിയ പഴയ ചോറ് വന്ന് അത് അവിടുന്ന് ഇവർ കൊണ്ടുവന്ന തള്ള അവിടുന്ന് മേടിച്ചോണ്ട് വന്നതാണ്. അത് മേടിച്ചോണ്ട് വന്നിട്ട് അത് വെള്ളത്തിലിട്ട് കഴുകി ഉപ്പ് കൂട്ടി തിന്നുന്നു. വെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ട് വാരി തിന്നുക കൊച്ചുകുട്ടി. ഗ്രാമങ്ങളുടെ സ്ഥിതികളൊക്കെ കണ്ടാൽ വളരെ ശോചനീയമാണ്. നമ്മളാരും കേൾക്കുന്നതും കാണുന്നതും നമ്മളൊക്കെ നോക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റത്തില്ല. കേട്ടിട്ടുണ്ടോ? ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ് ഇന്ന്. അനേക ദൈവദാസന്മാർ വാടക കൊടുക്കാനില്ലാതെ വീട്ടുടമസ്ഥരോട് കടം പറഞ്ഞ് നിൽക്കുക. വാടക കൊടുക്കാനൊക്കെ പറ്റുന്നില്ല. കാരണം ഇത്ര പ്രതികൂലം ഇതുവരെ ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടില്ല. ഇത് പ്രതികൂലങ്ങൾ എപ്പോഴും ഉണ്ട്. പക്ഷെ ഇതുപോലുള്ള പ്രതികൂലം ഇപ്പോൾ സംഭവിക്കുന്നുള്ള പ്രതികൂലം ഒരിക്കലും ഛത്തീസ്ഗഡിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം അതേ രീതിയിലാണ് അവർ നമ്മളെ പീഡിപ്പിക്കുന്നത്. ഇത്രയും പീഡയുടെ നടുവിലും അവർ വിശ്വാസം വിടാതെ പട്ടിണി കിടക്കുമ്പോൾ, കർത്താവേ നീ ഞങ്ങൾക്ക് ആശ്രയമാണ്, ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നു. നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ബജാറിൽ ഈ പപ്പടം ഉണ്ടാക്കാനായിട്ട്, അരി കൊണ്ട് പപ്പടം ഉണ്ടാക്കാനായിട്ട് വിലക്കുറഞ്ഞ അരി ബജാറിൽ കിട്ടും. അത് പോയി മേടിച്ചുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളെ എനിക്കറിയാം. അതുപോലെ തന്നെ ഈ അവിടെ ഒരുപാട് ഇരയുണ്ട്. ഈ കാട്ടുചീര, നമ്മുടെ അതൊക്കെയാണ് അവരിപ്പോൾ ആ കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അതൊക്കെ പറിച്ചോണ്ട് വന്ന് ചീര അത് ഉണ്ടാക്കി കഴിക്കുക. അതൊക്കെയാണ് കുട്ടികൾ കൊടുക്കുകയും പല പാസ്റ്റർമാരുടെ കുട്ടികളും സ്കൂളിൽ പോകാതെ വിഷമിച്ചിരിക്കുന്ന ദേവദാസന്മാരെ എനിക്കറിയാം. കാരണം ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല.
കുട്ടികൾക്ക് അവരുടെ പുസ്തകങ്ങൾ വാങ്ങാനോ അവരെ പഠിപ്പിക്കാനോ പറ്റുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ദാസനെ നമ്മൾ കേൾക്കുന്നത് കാണുന്നതും അല്ല. ആരും പുറത്തു പറയുന്നില്ലെന്നുള്ളൂ. കാരണം ആന വലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റാന്നില്ല. നമ്മുടെ ഈ പ്രയാസം ഈ മറ്റുള്ള മനുഷ്യരോട് പറഞ്ഞ് അന്യജാതിക്കാരും നമ്മളെ പരിഹസിക്കാൻ ഇടവരുന്നതാണ്. ഹല്ലേലൂയ. ജാതികൾ ഇത് പറഞ്ഞ് ഞങ്ങൾ പട്ടിണി കിടക്കുന്നു, യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ഇടവരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്ത് പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ ഈ പരിഹാസം ഞങ്ങൾ കേൾക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയ ദൈവ മക്കളെ, എനിക്ക് വചനം പറയുന്നതിനേക്കാൾ കൂടുതൽ സാക്ഷ്യം, അവിടുത്തെ സാക്ഷ്യം. കാരണം നമ്മൾ കണ്ണ് നിറഞ്ഞു.